അപ്പോൾ അല്ലമീനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി പരിശോധിക്കാൻ CPI സംസ്ഥാന നേതൃയോഗം വിളിച്ചു. ഈ മാസം 16 മുതൽ 5 ദിവസമാണ് യോഗം ചേരുക. ജില്ലകളിലെ വോട്ട് കണക്കുകളും പരിശോധിക്കും. CPI എക്സിക്യൂട്ടീവ് യോഗവും അടുത്ത ആഴ്ച ചേരും. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി KPCC നേതൃയോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. അല്ലമീനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അമീൻ, ഇപ്പോൾ CPIM സംബന്ധിച്ച് ഒരു അപ്രതീക്ഷിത തോൽവി അല്ലെങ്കിൽ കനത്ത ഒരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ആറ്റിങ്ങൽ കൂടി ലഭിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അവസാന ഘട്ടത്തിൽ ആറ്റിങ്ങലും കൈവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഈ തോൽവിയുടെ കാരണങ്ങളൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടി CPIM നേതൃയോഗം ചേരുകയാണ്. ഈ ഓരോ മണ്ഡലത്തിലെയും വോട്ട് കണക്കുകളൊക്കെ വിശദമായി പരിശോധിക്കാനാണ് തീരുമാനം. ഒപ്പം തന്നെ CPI നേതൃയോഗം അടുത്തയാഴ്ച ചേരുന്നു. ഈ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി KPCC നേതൃയോഗവും ചേരുന്നുണ്ട്. അപ്പോൾ ഈ KPCC നേതൃയോഗത്തിൽ സ്വാഭാവികമായും തൃശ്ശൂരിലെ തോൽവി വലിയ രീതിയിലുള്ളൊരു ചർച്ചയാകും. അവിടെ കഴിഞ്ഞ ദിവസം തന്നെ മുരളീധരൻ പറയുകയുണ്ടായല്ലോ, ഇപ്പോൾ അവിടെ പ്രവർത്തകരുടെ കാര്യമായ ഒരു സഹകരണം ഉണ്ടായില്ല, ഏകോപനം ഉണ്ടായില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ മുരളീധരൻ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താണ്, ഏത് തരത്തിലുള്ള ചർച്ചകൾക്കാകും ഇനി നമ്മുടെ തലസ്ഥാനം സാക്ഷിയാവുക? രജിത, ഗുഡ് മോർണിംഗ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ദേശീയ തലത്തിൽ ലോക്സഭയിലേക്ക് പ്രാതിനിധ്യം ഉറപ്പിക്കുന്നതിനപ്പുറത്തേക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിലും പലതരത്തിലുള്ള ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിലേറ്റവും പ്രധാനം ഇടതുമുന്നണിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് CPIM സംബന്ധിച്ചാണ്. ദേശീയ പാർട്ടി പദവി അത് ചോദ്യചിഹ്നം അല്ലെങ്കിൽ ഒരു തുലാസിലായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ചിഹ്നം നഷ്ടമാകുമോ എന്ന തരത്തിലുള്ള ആശങ്കകളുണ്ട്. അത്തരം പശ്ചാത്തലത്തിൽ വലിയ വിജയം പ്രതീക്ഷിച്ചാണ് ഇടതുമുന്നണി ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ലഭിച്ചു, ഇത്തവണയും ഒരു സീറ്റ് ലഭിക്കുന്നു. അപ്പോൾ കാര്യമായ മാറ്റമോ കുറവോ ഒന്നും വരാനില്ല. പക്ഷേ എന്നാൽ പോലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായി ദേശീയ തലത്തിലുള്ള പല സാഹചര്യങ്ങളും വിലയിരുത്തുകയും അത്തരം ഘടകങ്ങൾ ആ രീതിയിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് കഴിഞ്ഞ തവണ വലിയ രീതിയിലൊരു തിരിച്ചടി ഉണ്ടായത് എന്നുള്ളതായിരുന്നു ഇടതുമുന്നണി വിശദീകരിച്ചിരുന്നതും, അതായിരുന്നു വസ്തുതയും. പക്ഷേ ഇത്തവണ അതേ രീതിയിലുള്ള ഒരു പ്രതിരോധം തീർക്കാൻ CPIM-നാകില്ല, ഇടതുമുന്നണിക്കാകില്ല. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് തുടർച്ചയായി 2 തവണ ഭരണത്തിൽ വരുന്നു. ആ സർക്കാരിനെതിരെ, രണ്ടാം പിണറായി സർക്കാരിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, വിവാദങ്ങൾ, പരാതികൾ, പരിഭവങ്ങൾ അനവധിയാണ്, നിരവധിയാണ്. സ്വാഭാവികമായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കൊപ്പം തന്നെ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം കാര്യമായിട്ടുണ്ട് ഉണ്ടായിരുന്നോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലം മുന്നിൽ നിർത്തിക്കൊണ്ട് വിലയിരുത്തുമ്പോൾ നമുക്ക് ഉന്നയിക്കേണ്ടി വരും. അത് രാഷ്ട്രീയ നിരീക്ഷകരുൾപ്പെടെ ഉയർത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. കാരണം പല സീറ്റുകളിലും വിജയിച്ചേക്കാവുന്ന പല സീറ്റുകളിലും പരാജയപ്പെട്ടുവെങ്കിൽ അതിന് ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിനപ്പുറം സംസ്ഥാനത്തും ചില ഘടകങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അതെന്താണ് എന്നുള്ളതാണ് ഏറെ പ്രധാനം. ഏതായാലും സംസ്ഥാനത്ത് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഭരണപക്ഷത്തെക്കാൾ വലിയ മേന്മയോ മികവോ മെച്ചമോ ഒന്നും പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അങ്ങനെ അങ്ങ് പറയാനില്ല. ഇരു കൂട്ടരെയും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് തുലനം ചെയ്യുന്നത്. അതുകൊണ്ട് ഭരണപക്ഷത്തിനെതിരെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ മേന്മയും നേട്ടവും കണ്ട് വോട്ട് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് തീർച്ചയായും ഭരണപക്ഷത്തിനെതിരായിട്ടുള്ളൊരു തിരിച്ചടിയായി കൂടി തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിലുള്ള ഒരു വിലയിരുത്തൽ CPIM നേതൃത്വത്തിൽ ഉൾപ്പെടെ ഉണ്ടാകും. അതുൾപ്പെടെ ചർച്ച ചെയ്യുന്നതിനാണ് ഇനിയിപ്പോൾ യോഗം ചേർന്ന നേതാക്കൾ ആ ഒരു വിലയിരുത്തലിലേക്ക് കടക്കുന്നത്. അവസാനവട്ട കണക്കെടുപ്പോൾ ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രതീക്ഷിച്ചിരുന്നത് 6 മുതൽ 12 വരെ സീറ്റുകൾ വരെ വിജയിച്ചേക്കും എന്നുള്ളതായിരുന്നു. ചുരുങ്ങിയ